വാർത്തകൾ വിശദമായി. കിഫ്ബിക്കെതിരായ CAG റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നതിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. ധനമന്ത്രി ഉള്ളടക്കം ചോർത്തിയ റിപ്പോർട്ട് ഇനി സഭയിൽ വയ്ക്കുന്നതിൽ പ്രസക്തി എന്താണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ധനമന്ത്രി പ്രസ്താവന നടത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. റിപ്പോർട്ടിനൊപ്പം സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെന്റ് വയ്ക്കാൻ ഗവർണറുടെ അനുമതിയുണ്ടോ എന്നും പ്രതിപക്ഷം ചോദിച്ചു. ധനമന്ത്രി സഭയിൽ വിശദീകരണം നടത്തുകയാണ്. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, എന്താണ് സഭയിൽ ഉണ്ടായത്? പ്രതിപക്ഷത്തിന്റെ നിലപാട് ഉറച്ചതാണോ? ഭരണപക്ഷം എങ്ങനെയാണ് അതിനെ നേരിടുക? അവർ പ്രതിഷേധിച്ചിറങ്ങിപ്പോവുകയോ മറ്റോ ആണോ? എന്താണ് സംഭവിക്കുന്നത്? സനീഷ, ഇന്ന് നിയമസഭയിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതാണ് കിഫ്ബിക്കെതിരായ ഗുരുതരമായ പരാമർശമുള്ള CAG റിപ്പോർട്ട് ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് എത്തുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ധനമന്ത്രി ഇന്ന് സഭയിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷം ചില ക്രമപ്രശ്നം ഉന്നയിച്ചത്. അതായത് CAG റിപ്പോർട്ട് ഒരു രഹസ്യരേഖയാണ്. സഭയ്ക്ക് മുന്നിൽ വന്നതിന് ശേഷം മാത്രമാണ് അത് പരസ്യരേഖയാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ നേരത്തെ തന്നെ ധനമന്ത്രി ഇത് പരസ്യപ്പെടുത്തി. ഈ വാദം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പക്ഷേ മറ്റൊരു ക്രമപ്രശ്നം കൂടി ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം VD സതീശൻ ഉന്നയിച്ചു. ആ ഉന്നയിച്ച പ്രശ്നം ഇതാണ്: നിയമസഭയിൽ വെക്കുന്ന CAG റിപ്പോർട്ടിനൊപ്പം ധനമന്ത്രിയുടെ സാമ്പത്തിക കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉൾപ്പെടുത്തി. ഇത് ക്രമപ്രശ്നമാണ്, സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിന് ഏത് തരത്തിൽ അനുമതി കിട്ടും? ഗവർണറാണ് ഔദ്യോഗികമായി ഈ സഭയ്ക്ക് മുന്നിൽ ഇത് വെക്കുന്നത്. സാങ്കേതികമായി ഗവർണർക്ക് ഇത് വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ധനമന്ത്രി വശം ഇത് നിയമസഭയുടെ പരിഗണനയ്ക്ക് ഈ CAG റിപ്പോർട്ട് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുന്നത് എന്ത് സാഹചര്യത്തിൽ എന്നതായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. പക്ഷേ സർക്കാർ നൽകിയ മറുപടി, അതായത് സ്പീക്കർ തന്നെ ആദ്യം മറുപടി നൽകി. ഈ വിഷയത്തിൽ ഗവർണറുടെ അനുമതിയുണ്ട്, ചട്ടലംഘനമല്ല, ചട്ടവിരുദ്ധമല്ല, ക്രമപ്രശ്നം നിലനിൽക്കുന്നതല്ല എന്ന വാദം സ്പീക്കർ തന്നെ ഉന്നയിച്ചു. പിന്നീട് ധനമന്ത്രി തോമസ് ഐസക്കും ഇത് വിശദീകരിച്ചു. ഗവർണറുടെ അനുമതിയോടുകൂടി തന്നെയാണ് താൻ ഈ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തി സഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ CAG റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ സംസ്ഥാന ഭരണത്തെ തന്നെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ പൊതുവിൽ ബാധിക്കുന്ന ഗുരുതര പരാമർശങ്ങളുണ്ട്. അതൊക്കെ കൂടി തന്നെയാണ് അത്തരമൊരു പ്രാധാന്യത്തോടെ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് ഉൾക്കൊള്ളിച്ചത് എന്നതാണ് ധനമന്ത്രി വിശദീകരിച്ചത്. ഈ വിഷയത്തിൽ ഇപ്പോഴും സഭയിൽ ചർച്ച നടക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്നും VD സതീശനാണ് ഈ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി ഈ വിഷയത്തിൽ വീണ്ടും മറുപടി പറയുകയാണ്. സജിത്ത്, നേരത്തെ ഇത് സംബന്ധിച്ച് തോമസ് ഐസക്കിനെ ഈ ബന്ധപ്പെട്ട സമിതി വിളിച്ചു വരുത്തുകയും വിശദീകരണം ആവശ്യപ്പെടുകയും വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തിരുന്നുവല്ലോ. അപ്പോൾ ആ കാര്യങ്ങളടക്കം സഭയ്ക്കകത്ത് പരാമർശിക്കപ്പെട്ടോ? പ്രതിപക്ഷം ഉറച്ചു തന്നെ നിൽക്കുകയാണോ അവരുടെ നിലപാടിൽ? പ്രതിപക്ഷം ഈ വിഷയം ഇന്ന് ഉന്നയിച്ചു. അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സഭാ ചട്ട ലംഘനം നടത്തി ധനമന്ത്രി എന്ന ആരോപണം ഉന്നയിച്ച് അതിന് പ്രകാരം സ്പീക്കർക്ക് പരാതി രേഖാമൂലം കൊടുത്തിരുന്നു. ഈ പ്രശ്നം പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ഇന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട്, അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് സഭയുടെ പരിഗണനയ്ക്ക് വരികയുമാണ്. ഈ തരത്തിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് ആ പരിഗണന നടക്കട്ടെ. എന്തായാലും അതിൻ്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് തങ്ങൾ നിലപാട് വ്യക്തമാക്കാം എന്നൊരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത, ഈ രണ്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളും ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്നതാണ് പ്രത്യേകത. എന്തായാലും ഈ ക്രമപ്രശ്നം ഉന്നയിച്ചതിന് പിന്നാലെ സഭയിൽ ധനമന്ത്രിയും ഒപ്പം തന്നെ VD സതീശനും തങ്ങളുടെ വാദങ്ങൾ സഭയ്ക്ക് മുന്നാലെ നിർത്തുകയാണ്. VD സതീശൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ധനമന്ത്രി ഒരു പ്രത്യേക കുറിപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റത്തെ ക്രമപ്രശ്നമുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. അതേസമയം സർക്കാർ മറുപടി നൽകുന്നത് ഇതിൽ ക്രമപ്രശ്നത്തിന്റെ പ്രശ്നമില്ല, ഗവർണറുടെ അനുമതി ഇക്കാര്യത്തിൽ താൻ നേടിയിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തെ ആകെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ധനമന്ത്രിയുടെ മറുപടി ഇക്കാര്യത്തിൽ വേണ്ടിവരുന്നത്. അതുകൊണ്ടാണ് താൻ ഇത്തരം ഒരു സാഹചര്യം ഉന്നയിച്ചത്. അതിൽ ക്രമപ്രശ്നത്തിന്റെ പ്രശ്നമില്ല എന്നതാണ് ധനമന്ത്രിയുടെ വാദം. എന്തായാലും ഇതിന്മേൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ സംഘർഷ സാധ്യതകളിലേക്ക് പ്രതിപക്ഷം കടക്കാനും സഭാ രംഗങ്ങൾ കടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പ്രതിപക്ഷം തങ്ങളുടെ വാദങ്ങൾ, അതായത് സർക്കാർ ഈ CAG റിപ്പോർട്ടിനൊപ്പം മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ധനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തിയത് ക്രമപ്രശ്നമാണ്, അത് ചട്ടലംഘനമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് സഭയിൽ നീക്കം നടത്തുന്നത്. അതാണ് സഭയ്ക്കകത്ത് നടക്കുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. രണ്ട് പ്രശ്നങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒന്ന്, നേരത്തെ തന്നെയും പരസ്യപ്പെടുത്തിയ CAG റിപ്പോർട്ട്. അതായത് അങ്ങനെ CAG റിപ്പോർട്ട് രഹസ്യരേഖയാണത് നിയമസഭയ്ക്ക് മുമ്പാകെ വന്ന് അംഗങ്ങളുടെ പ്രിവിലേജാണ്, അത് അംഗങ്ങളാണ് ആദ്യം അറിയേണ്ടത്, അതിനുശേഷമേ അത് പരസ്യമാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതിന് പകരം നേരത്തെ തന്നെ കിഫ്ബിക്കെതിരെ പരാമർശങ്ങളുള്ള CAG റിപ്പോർട്ട് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പരസ്യപ്പെടുത്തി എന്ന ആക്ഷേപമാണ്. അങ്ങനെ പരസ്യപ്പെടുത്തിയ ഒരു ഡോക്യുമെൻ്റ് CAG റിപ്പോർട്ട്
സഭയ്ക്ക് മുമ്പാകെ വെക്കുന്നതിൽ എന്ത് ശരിയാണുള്ളത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തോട് ധനമന്ത്രിയോട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അതിനൊപ്പം ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അതോടൊപ്പം വെക്കുന്നുണ്ട്. മിക്കവാറും അത് ഈ പറയുന്ന കിഫ്ബിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിൽ സർക്കാരിൻ്റെ വിശദീകരണം പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഈ CAG റിപ്പോർട്ടിനൊപ്പം സഭയ്ക്ക് മുമ്പാകെ വെക്കുന്നു. അങ്ങനെ ഒരു CAG റിപ്പോർട്ടിനൊപ്പം ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെതായുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്നത് ക്രമപ്രശ്നമാണ് എന്ന കാര്യമാണ് VD സതീശൻ ഉന്നയിക്കുന്നത്. അങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് സഭയ്ക്ക് മുമ്പാകെ ഇപ്പോഴുള്ളത്. പ്രതിപക്ഷം വലിയ തോതിൽ പ്രതിഷേധിക്കുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നു എന്നതാണ് TG സജിത്ത് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അത് കുറെ കൂടെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. മറ്റ് വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന കോൺഗ്രസിൽ വരുത്തേണ്ട അഴിച്ചുപണിയെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങി. KC വേണുഗോപാലിൻ്റെ വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ഉമ്മൻചാണ്ടിക്ക് പുതിയ പദവി നൽകുന്ന കാര്യത്തിലും DCC പുനഃസംഘടനയിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളുണ്ടാകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. DCC പുനഃസംഘടനയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്താനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചർച്ചകൾ കഴിഞ്ഞ ശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, മറ്റേതെങ്കിലും നേതാക്കൾ ഈ യോഗത്തിന് മുമ്പ് മുല്ലപ്പള്ളി അല്ലാതെ സംസാരിക്കാൻ തയ്യാറായോ മാധ്യമങ്ങളോട്? പ്രധാനപ്പെട്ട ചർച്ചകളായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ നടക്കുക. ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും അന്തിമമായുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരം, കാര്യങ്ങൾ ഒന്നിച്ചു നിന്ന് പോകാനുള്ള, കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള അന്തിമമായിട്ടുള്ള ചില ധാരണകൾ ഉണ്ടാകുമെന്ന് സൂചനയുണ്ടോ? സനീഷ്, രാവിലെ 10:30 സംഘടനാകാര്യ ചുമതലയുള്ള KC വേണുഗോപാലിന്റെ വസതിയിൽ ചർച്ച ആരംഭിച്ചത്. നിലവിൽ ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്ക് പുറമെ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാകാര്യ സെക്രട്ടറി താരിഖ് അൻവറും പങ്കെടുക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് താരിഖ് അൻവർ വിശദമായൊരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ചില തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ കാര്യങ്ങൾ ഗുണകരമാകില്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യോഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഴിച്ചുപണികൾ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ജില്ലാ തലത്തിൽ വരെ DCC അധ്യക്ഷന്മാരുടെ പദവി വരെയുള്ള കാര്യങ്ങളിൽ അഴിച്ചുപണി വേണം എന്ന ഒരു നിലപാട് ഹൈക്കമാൻഡിനുണ്ട്. ഈ നിലപാടിനോട് AI ഗ്രൂപ്പുകൾക്ക് വിയോജിപ്പാണുള്ളത്. കാരണം ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളൂ. അതിനു മുമ്പ് ഒരു അഴിച്ചുപണിയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് AI ഗ്രൂപ്പുകൾക്കുണ്ട്. എന്നാൽ KPCC അധ്യക്ഷന് മറിച്ച ഒരു നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റണം എന്നുള്ളതാണ്. എന്തായാലും ഇരട്ട പദവി വഹിക്കുന്ന എറണാകുളം, പാലക്കാട് പോലെയുള്ള ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റിയേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസ് മാറിയതിനു ശേഷം കാര്യമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ മുൻനിരയിലോ ഉമ്മൻചാണ്ടിയെ കാണാനില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും മുൻനിരയിലേക്ക് ഉമ്മൻചാണ്ടി എത്തിക്കണമെന്ന ആവശ്യം ഘടക കക്ഷികളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് പദവി നൽകിക്കൊണ്ടായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമാക്കേണ്ടത് എന്ന തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും. പ്രചരണത്തിന്റെ ചുമതല തന്നെയായിരിക്കും ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സനീഷ് നേരത്തെ സൂചിപ്പിച്ച ചോദ്യം എന്നത് ആരെങ്കിലും പ്രതികരിച്ചോ എന്നുള്ളതായിരുന്നു. ഇന്ന് ചർച്ചയ്ക്ക് മുമ്പ് പ്രതികരിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമായിരുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നുവെങ്കിലും അത് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചത് ഇനി ഒരു ടേമിംഗ് കൂടി ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുമോ എന്നുള്ളതായിരുന്നു. അത്തരം ചർച്ചകളെല്ലാം അന്തരീക്ഷത്തിലാണ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അത് പിന്നീട് അഭിലാഷ്, താങ്കളിലേക്ക്. ഡൽഹിയിൽ നിർണായകമായ ചർച്ചകളാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് KP അഭിലാഷ് നൽകുന്നത്. ഇപ്പോൾ ഇവിടെ സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. CAG റിപ്പോർട്ട്, കിഫ്ബിക്കെതിരായ പരാമർശങ്ങളുള്ള CAG റിപ്പോർട്ട് ധനമന്ത്രി നിയമസഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നം, അതായത് അതിനൊപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ധനമന്ത്രി മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ സഭയ്ക്ക് മുമ്പാകെ വെച്ചത് ഗവർണറുടെ അനുമതി ഇക്കാര്യത്തിനുണ്ടോ എന്ന ചോദ്യവുമായിട്ട് പ്രതിപക്ഷത്തിന് വേണ്ടി VD സതീശൻ ക്രമപ്രശ്നം ഉന്നയിച്ചിരുന്നു. ആ ക്രമപ്രശ്നം തള്ളി സഭ എന്നാണ് കാണുന്നത്. TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, എന്താണ് നടക്കുന്നത്?
വി.ഡി. സതീശന്റെ ക്രമപ്രശ്നം സ്പീക്കർ തള്ളിയിരിക്കുന്നു. അതിൽ ക്രമപ്രശ്നമില്ല, ഗവർണറുടെ അനുമതിയോടുകൂടി തന്നെയാണ് അത് സഭയുടെ മേശപ്പുറത്ത് വന്നിരിക്കുന്നത് എന്നതാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. സനീഷ, ഇതാണ് വളരെ പ്രധാനപ്പെട്ട CAG റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഏറെ ചർച്ചകൾക്കിടയാക്കിയ കിഫ്ബിക്കെതിരെ ഗുരുതരമായ പരാമർശമുള്ള CAG റിപ്പോർട്ടാണിത്. ഇതാണിന്ന് സഭയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുന്നത്. ഈ CAG റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരായ പരാമർശങ്ങളുണ്ടത്. വിശദമായ ഭരണഘടന ലംഘനമായ പരാമർശങ്ങളുണ്ട് എന്നതാണ് സർക്കാരിന്റെ വാദം. അത് മുന്നിൽ കണ്ടാണ് നേരത്തെ ധനമന്ത്രി ഇത് പരസ്യമാക്കി മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും പിന്നീട് അത് വലിയ വിവാദമായി മാറുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കമാണ് ഇനി സംസ്ഥാനം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഉള്ളടക്കത്തിലാണ് കിഫ്ബിയുടെ പ്രവർത്തനം പൂർണ്ണമായി ഭരണഘടനാ വിരുദ്ധമാണ്, ഗുരുതര പരാമർശങ്ങൾ CAG ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിന്മേലാണ് ചർച്ച നടക്കുന്നത്. ഇന്ന് ഈ CAG റിപ്പോർട്ട് സഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെയാണ്, സഭയിൽ മേശപ്പുറത്ത് വെച്ചപ്പോൾ തന്നെയാണ് ക്രമപ്രശ്നവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നത്. അതായത് 2 വാദങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ഒന്ന്, നേരത്തെ തന്നെ പരസ്യമാക്കപ്പെട്ട ഈ റിപ്പോർട്ട് ഇനി സഭയുടെ മേശപ്പുറത്ത് വരുന്നതിന്റെ സാങ്കത്യം, അതിന്റെ പ്രശ്നം തന്നെയാണ് പ്രതിപക്ഷം ഒന്ന് ചൂണ്ടിക്കാണിച്ചത്. അതായത് രഹസ്യരേഖയാണ്, സഭയുടെ മേശപ്പുറത്ത് വരുമ്പോൾ മാത്രമാണ് ഇത് പരസ്യരേഖയും ആകുകയും മാധ്യമങ്ങൾക്കും മറ്റംഗങ്ങൾക്കും ലഭിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പരസ്യമാക്കപ്പെട്ടത്? ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ചോദ്യം അതാണ്. മറ്റൊരു പ്രധാന പ്രശ്നം, ഇന്ന് ഈ CAG റിപ്പോർട്ട് അവതരിപ്പിച്ചതിനോടൊപ്പം ധനമന്ത്രി മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ധനമന്ത്രിയുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് സജിത്ത്, അത് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവ നിയമസഭയ്ക്കകത്ത് ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്, ധനമന്ത്രി തോമസ് ഐസക് തന്നെ ഒരു അസാധാരണമായ നീക്കത്തിലൂടെ ഇങ്ങനെയൊരു റിപ്പോർട്ട് CAG തയ്യാറാക്കിയിട്ടുണ്ട്. അത് കിഫ്ബിക്കെതിരായിട്ടുള്ളത് ഭരണഘടനാ പ്രശ്നങ്ങൾ അടക്കമുള്ളതാണ് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ CAG റിപ്പോർട്ടിനെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ കേന്ദ്രമാക്കിയിരുന്നു. ഇപ്പോഴാണ് പക്ഷേ ആ CAG റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ മാധ്യമങ്ങളുടെ കൈവശം കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നടത്തി പറയുകയും നമ്മൾ ആ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ഇതുമല്ലാതെയുള്ള ഗൗരവതരമായുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ, ഈ വളരെ പ്രധാനപ്പെട്ട CAG റിപ്പോർട്ടുകളിലെ പരാമർശങ്ങൾ ലാവ്ലിൻ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ഈ പറയുന്ന പതിറ്റാണ്ടോളം നീളുന്ന കാര്യങ്ങൾക്ക്, രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുള്ളതാണ്. CAG റിപ്പോർട്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതിനകത്ത് നേരത്തെ ഡോക്ടർ തോമസ് ഐസക് മുൻകൂട്ടി അറിഞ്ഞതല്ലാതെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായും അത്തരം പരാമർശങ്ങളുണ്ട്. നമുക്ക് അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അല്പം കൂടി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പൂർണ്ണമായി പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ കിഫ്ബിയുടെ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ CAG എത്തിയിരിക്കുന്ന നിഗമനങ്ങളുടെ സൂചനയുണ്ട്. കിഫ്ബിയുടെ കടമെടുപ്പ് ആകസ്മിക ബാധ്യതകളാണെന്നുള്ള സർക്കാരിന്റെ നിലപാട് ആശ്ചര്യകരമാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. സ്വന്തമായ വരുമാന സ്രോതസ്സില്ലാത്ത ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനം ത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ പണം കടമെടുക്കുകയും ഗവൺമെന്റ് തനത് വിഭവങ്ങളുടെ ഒരു പങ്ക് മാറ്റിവെച്ച് കടത്തിന്റെ തിരിച്ചടവ് നടത്തുകയും ചെയ്താൽ ആ കാരണം കൊണ്ട് തന്നെ ഇത്തരം കടമെടുപ്പുകൾ ആകസ്മിക ബാധ്യതയല്ലാതാവുകയും മുകളിൽ വിശദീകരിച്ച പ്രകാരം പ്രത്യക്ഷമായും പൂർണ്ണമായും തനതു ഫണ്ടിലെ ബാധ്യതയാവുകയും ചെയ്യും. കിഫ്ബിയുടെ പേരിൽ ഫണ്ടുകൾ ലഭ്യമാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചതിനാലും പെട്രോൾ സെസ്, മോട്ടോർ വാഹന നികുതി വിഹിതം മുതലായ സർക്കാരിന്റെ തനതു വരുമാനങ്ങളിൽ നിന്നും കടം തിരിച്ചേണ്ടി വരുന്നതിനാലും സംസ്ഥാന സർക്കാർ തനത് റവന്യൂ വിഭവങ്ങളുടെ മേൽ ഒരു ബാധ്യത ക്രമമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതടക്കം, അതായത് ഇതിന്മേൽ സംസ്ഥാന സർക്കാരിന് ബാധ്യത ഉണ്ടാകുന്നു എന്ന കൃത്യമായ പരാമർശത്തിലേക്കാണ് ഈ കിഫ്ബി CAG എത്തിയിരിക്കുന്നത്. നമുക്കതിന്റെ പൂർണ്ണമായ CAG നിഗമനങ്ങളുടെ വിശദാംശങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ സജിത്ത് അതൊന്ന് വായിക്കുമ്പോഴേക്ക് ഞാൻ ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളൊന്ന് പ്രേക്ഷകരോട് പറഞ്ഞുകൊള്ളട്ടെ. സജിത്ത് അത് സമയമെടുത്തൊന്ന് വായിച്ചുകൊള്ളൂ. അതായത് കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ CAG റിപ്പോർട്ടിനകത്ത് അതിഗൗരവതരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് എന്നതുകൊണ്ടായിരുന്നു ധനമന്ത്രി തോമസ് ഐസക് മുൻകൂട്ടി ഒരു അസാധാരണ നീക്കത്തിലൂടെ വാർത്താസമ്മേളനം നടത്തി ഇങ്ങനെ ഒരു റിപ്പോർട്ടിനകത്ത് വളരെ മോശമായിട്ട് ഉള്ള പരാമർശങ്ങളുണ്ട്, അത് എതിർക്കപ്പെടേണ്ടതാണ്, അത് ഭരണഘടനാപരമായി തന്നെയും ഉള്ളൊരു കടന്നുകയറ്റമാണ് ഈ സർക്കാരിൻ്റെയും മറ്റുമൊക്കെയുള്ള അവകാശങ്ങൾക്ക് മേൽ എന്ന പരാമർശങ്ങൾ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു. വലിയ എതിർപ്പാണ് അദ്ദേഹം ഈ CAG റിപ്പോർട്ടിനെതിരെ ആ ദിവസങ്ങളിൽ ഉയർത്തിയിരുന്നത്. അപ്പോൾ തന്നെയും പ്രതിപക്ഷത്തിൻ്റെ വിമർശനത്തിന് അത് കാരണമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സാധാരണഗതിയിൽ ഈ CAG റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുമ്പാകെ വെച്ച് ഇതിന് ശേഷമാണ്, നിയമസഭയിൽ അംഗങ്ങൾ അത് പരിശോധിച്ചതിന് ശേഷമാണ്, അവർക്ക് ലഭ്യമായതിനു ശേഷമാണ് ഇത് പുറം ലോകം അറിയേണ്ടത്. അതായത് അത് രഹസ്യമായിട്ട് ഉള്ളൊരു ഡോക്യുമെൻ്റാണ്. അത് അറിയുക എന്നത് ഈ പറയുന്ന വിധത്തിൽ
അംഗങ്ങളുടെ പ്രിവിലേജാണ്. പക്ഷേ അതിന്മേലുള്ള ഒരു നിയമസഭയ്ക്ക് യുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അദ്ദേഹം ഈ CAG റിപ്പോർട്ടിനെ കുറിച്ചും അതിലെ പരാമർശങ്ങളെക്കുറിച്ചും വാർത്താ സമ്മേളനം നടത്തി മുൻകൂട്ടി പറഞ്ഞത് എന്ന പ്രതിപക്ഷ വിമർശനമായിരുന്നു ആദ്യമായിട്ട് വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒപ്പം അങ്ങനെയൊരു വാർത്താ സമ്മേളനത്തിലേക്ക് പോയിട്ട് ഈ അവകാശ ലംഘനമടക്കം നടത്തിയത്, അസാധാരണമായ വാർത്താ സമ്മേളനം നടത്തിയത്, ഈ ഗൗരവതരമായിട്ടുള്ള പരാമർശങ്ങൾ കിഫ്ബിക്കെതിരെ ഈ CAG റിപ്പോർട്ടിനകത്തുണ്ട്. അത് കിഫ്ബി വഴി ശരിയല്ലാത്ത കാര്യങ്ങൾ ധനമന്ത്രിയും സർക്കാരും ചെയ്യുന്നു എന്നത് തെളിയിക്കുന്നതാണ് എന്ന ആക്ഷേപം കൂടെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. അതേ തുടർന്നാണ് അത് വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയത്, വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയത്. എന്തായാലും ആ CAG റിപ്പോർട്ട്, വളരെ വിവാദമായിട്ടുള്ള ആ CAG റിപ്പോർട്ട് ഇപ്പോൾ നിയമസഭയ്ക്ക് മുമ്പാകെ വന്നിരിക്കുന്നു. സഭയ്ക്കകത്ത് നിശ്ചയമായിട്ടും വന്നപ്പോൾ തന്നെയും പ്രതിപക്ഷം ആ പ്രതിഷേധം ഉന്നയിച്ചതാണ്. ഡോക്ടർ തോമസ് ഐസക് അത് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ തന്നെ പരസ്യപ്പെടുത്തിയ പരാമർശങ്ങളുള്ള ഒരു CAG റിപ്പോർട്ട് എന്തിനാണ് സഭയ്ക്ക് മുമ്പാകെ വെക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, വിമർശങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമോ മറ്റോ ആയിരിക്കണം ധനമന്ത്രി തോമസ് ഐസക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അതോടൊപ്പം വെച്ചു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് CAG റിപ്പോർട്ടിനൊപ്പം വെക്കുന്നത് ക്രമപ്രശ്നമാണ് എന്ന് VD സതീശൻ പ്രതിപക്ഷത്തിന് വേണ്ടി ഉന്നയിച്ചു. പക്ഷേ ആ ക്രമപ്രശ്നം സഭ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് താൻ ഗവർണറുടെ കൈവശത്ത് നിന്ന് പ്രത്യേക അനുമതി തേടിയിട്ടുണ്ട്, അദ്ദേഹം അനുമതി നൽകിയിട്ടുണ്ട് എന്ന് ധനമന്ത്രിയും അങ്ങനെ അനുമതിയുണ്ട് എന്ന് സ്പീക്കറും പറയുന്ന സാഹചര്യം ഉണ്ടായി സഭയ്ക്കകത്ത്. അത് വെച്ചാണ് തള്ളുകയുണ്ടായത്. TG സജിത്ത് അതിൻ്റെ വിവരങ്ങൾ നൽകും. ഈ CAG റിപ്പോർട്ടിനകത്ത് എന്താണ് പുതുതായിട്ട് നമുക്ക് വിവരങ്ങളായിട്ടുണ്ടാവുക എന്നതടക്കം അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. നിയമസഭയിൽ കിഫ്ബിക്കെതിരായ പരാമർശങ്ങളുള്ള CAG റിപ്പോർട്ട് ധനമന്ത്രി നിയമസഭയ്ക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നു. അത് ഇപ്പോൾ പരസ്യരേഖയാണ്. അതേ തുടർന്ന് ചെറിയ പ്രതിഷേധം അവിടെ നിയമസഭയ്ക്കകത്തുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, സഭയ്ക്കകത്ത് ഇപ്പോഴെന്താണ് നടക്കുന്നത്? CAG റിപ്പോർട്ടിനകത്ത് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, CAG റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങളിലേക്ക് തന്നെ നമുക്ക് പറയാം. ഈ റിപ്പോർട്ടിന്റെ 46-ാം പേജിലാണ് ഏറെ വിവാദപരമായ പരാമർശങ്ങൾ CAG ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് മസാല ബോണ്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കിഫ്ബിയുടെ നീക്കങ്ങളാണ് CAG റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമപ്രശ്നം, ചട്ടലംഘനം, ഭരണഘടനാ വിരുദ്ധം എന്ന നിലപാടിലേക്ക് CAG എത്തിയിരിക്കുന്നത്. ആ സെന്റൻസുകൾ എങ്ങനെയാണ്? ഞാനത് വായിക്കാം. അതായത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി നോക്കുമ്പോൾ മസാല ബോണ്ടുകൾ വഴിയാണ് സംസ്ഥാനം കിഫ്ബി ഏറ്റവും അധികം കടമെടുത്തിട്ടുള്ളത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ 1-ാം പട്ടികയിൽ 37-ാം എൻട്രി വിദേശ കടമെടുപ്പുകൾക്കുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് മസാല ബോണ്ട് വഴി കിഫ്ബി കടമെടുത്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഇത്തരം വിദേശ കടമെടുപ്പിന് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ തനത് റവന്യൂ വിഭവങ്ങൾ വഴിയാണ് മൊത്തം തിരിച്ചടവും നടത്തുന്നത് എന്നതിനാൽ ഇത്തരം വിദേശ കടമെടുപ്പുകൾ എല്ലാ രീതിയിലും സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പുകൾ തന്നെയാണ്. ആയതിനാൽ ഇവ ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ്, കേന്ദ്രത്തിന്റെ അധികാരത്തിന്മേലുള്ള സംസ്ഥാനത്തിന്റെ കടന്നുമയറ്റമാണ് എന്നും വളരെ കൃത്യമായി തന്നെ ഈ CAG റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന് കിഫ്ബി വഴി വിദേശ കടമെടുപ്പിന് അവസരം നൽകിയതിനാൽ കിഫ്ബിക്ക് മസാല ബോണ്ടുകൾ ഇറക്കുന്നതിന് RBI നൽകിയ അനുമതി പോലും ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. പ്രസക്തമായ കാര്യമാണ്. അതായത് നേരത്തെ ഈ RBI നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് മസാല ബോണ്ടുകൾ വഴി സംസ്ഥാനം പണം സ്വരൂപിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ധനമന്ത്രി തോമസ് ഐസകും വ്യക്തമാക്കിയതാണ്. എന്നാൽ ഈ RBI അനുമതി നൽകിയത് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മാതൃക. അതുപോലെ ഈ കിഫ്ബി നടത്തിയ, സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനമായ കിഫ്ബി നടത്തിയ ഈ മാതൃക മറ്റു സംസ്ഥാനങ്ങളും തുടരുന്ന പക്ഷം ഇത്തരം ബാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ അറിവിൽപ്പെടാത്ത തന്നെ രാജ്യത്തിന്റെ ബാഹ്യമായ ബാധ്യതകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായി എതിർക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഈ CAG റിപ്പോർട്ടിലെ പരാമർശം. നേരത്തെ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഗുരുതരമായ പരാമർശമാണ് കിഫ്ബിക്കെതിരെ, കിഫ്ബിയുടെ മസാല ബോണ്ട് മായി ബന്ധപ്പെട്ട് ഈ CAG റിപ്പോർട്ടിലൂടെ നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ സജിത്ത്, ഇതിപ്പോൾ നമുക്ക് അറിയാത്ത കാര്യമല്ല, നേരത്തെ തന്നെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്, കേരളത്തിന് മുന്നിൽ ഉള്ളതാണ്. ഇത് സംബന്ധിച്ച് ആദ്യം തന്നെയും ഇങ്ങനൊരു പരാമർശം വന്നപ്പോൾ ധനമന്ത്രി വന്ന് വാർത്താ സമ്മേളനം നടത്തുകയും അദ്ദേഹത്തിൻ്റെ വിശദീകരണവും രോഷവും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോഴിത് അറിയാം. പക്ഷേ സ്വാഭാവികമായിട്ടും CAG റിപ്പോർട്ട് അതിൻ്റെ ഔദ്യോഗികമായ രൂപത്തിൽ നിയമസഭയ്ക്ക് മുമ്പാകെയും പിന്നീട്
നമ്മുടെ മുന്നിൽ പരസ്യമായിട്ട് വരികയും ചെയ്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ വലിയ ചർച്ചകൾക്ക് ഇതിടയാക്കുകയില്ലേ? ഭരണപക്ഷത്തിന് കൂടുതൽ വിശദീകരിച്ച് വിയർക്കേണ്ടതായി വരില്ലേ? പ്രതിപക്ഷത്തിനൊരു ആയുധം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി ലഭിച്ചിരിക്കുന്നു എന്നുകൂടെ കാണേണ്ടതല്ലേ നമ്മൾ? സ്വാഭാവികമായും ഇത് പ്രതിപക്ഷത്തിന് ആയുധമാണ്. വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിന്റെ ഒരു രാഷ്ട്രീയ സാധ്യത മുന്നിൽ കണ്ടാണ് നേരത്തെ തന്നെ സർക്കാരും ധനമന്ത്രിയും ഒക്കെ രംഗത്തെത്തിയത് എന്നതാണ്. ഇതിനെ മറികടന്നുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം നേരത്തെ തന്നെ സർക്കാർ മുന്നിൽ കണ്ടു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം. അതായത് ധനമന്ത്രി ഈ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പരസ്യമാക്കാതെ ഇത് റിപ്പോർട്ട് നിയമസഭയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ കാലയളവിലടക്കം സംസ്ഥാനം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന, സർക്കാരിന് മുന്നിൽ ഏറ്റവും പ്രതിസന്ധിയാവുന്ന ഒരു പ്രധാന പ്രശ്നമായി തന്നെ ഈ CAG റിപ്പോർട്ട് മാറിയേനെ. അതായത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടുന്നത് കിഫ്ബി വഴിയുണ്ടായ നേട്ടങ്ങളാണ്. അപ്പോൾ ഈ കിഫ്ബിയുടെ പ്രവർത്തനം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന CAG റിപ്പോർട്ട് വരുന്ന ആളുകളിൽ രാഷ്ട്രീയ ചർച്ചയ്ക്കുപ്പുറേ നിരവധി നിയമപ്രശ്നങ്ങൾക്കും ഇടവെച്ചേനെ. പക്ഷേ അത് മുന്നിൽ കണ്ടു തന്നെ, അതായത് ഇതുകൊണ്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ ക്ഷീണം ഒന്ന് കുറയ്ക്കുക, തിരിച്ചടികളുടെ ആഴം കുറയ്ക്കുക എന്നത്, ആക്കം കുറയ്ക്കുക എന്നത് ലക്ഷ്യമിട്ട് തന്നെയാണ് സർക്കാർ നേരത്തെ മുന്നിൽ വന്നത്. അതായത് നിയമസഭാ രേഖ പരസ്യമാക്കപ്പെടുന്നത് ക്രമപ്രശ്നമാണ്, ചട്ടലംഘനമാണ് എന്നത് അറിഞ്ഞിട്ട് തന്നെ ധനമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തന്നെ എത്തിയത് ഇതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്തായാലും എന്നിരുന്നാൽ തന്നെയും ഈ റിപ്പോർട്ട് ഇന്ന് പരസ്യമാക്കപ്പെട്ടപ്പോൾ, നിയമസഭയിൽ വന്നപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത് പ്രധാന ചർച്ചയാവും. ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഇനി സഭാ സമ്മേളനം നടക്കുകയുള്ളൂ. നാളെ മുതൽ സഭാരേഖകളിൽ, സഭാതലത്തിൽ വലിയ ചർച്ചയാവുന്ന വിഷയവും ഇതുതന്നെയാവും. ഒരുപക്ഷെ നിശ്ചയമായിട്ടും അവിടെ തോമസ് ഐസക് ധനമന്ത്രി ഇതൊന്ന് ഡെഫ്യൂസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയത്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് പിന്നീട് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ടെങ്കിലും അതൊരു പോസിറ്റീവായുള്ള നീക്കമാണ് എന്ന് ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് വാദിക്കാൻ പറ്റിയേക്കും. കാരണം CAG റിപ്പോർട്ട് അങ്ങനെയല്ലാതെ സഭയ്ക്കകത്തേക്ക് വന്നിട്ട് അതിലെ വാർത്തകൾ, അതിലെ വിവരങ്ങൾ, അതിലെ വിമർശനങ്ങൾ, കിഫ്ബിക്കെതിരായുള്ള വിമർശനങ്ങൾ വലിയ വാർത്തയായിട്ട് അന്തരീക്ഷത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ ആയേനെ. പക്ഷേ ഡോക്ടർ തോമസ് ഐസക് നേരിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാനിരിക്കുന്നുണ്ട്, അത് ശരിയല്ലാത്ത വിമർശനങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്, അവസാനത്തെ എക്സിറ്റ് മീറ്റിങ്ങിലടക്കം ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് റിപ്പോർട്ടിനകത്ത്, അന്തിമ റിപ്പോർട്ടിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത്, അത് ശരിയായ രീതിയല്ല എന്നൊക്കെ പറഞ്ഞതോട് കൂടിയിട്ട് അവർക്കിപ്പോൾ പറഞ്ഞു നിൽക്കാനുള്ള, ഭരണപക്ഷത്തിന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം അതിശക്തമായിട്ട് ഇതിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉന്നയിക്കുകയില്ലേ? അതിൻ്റെ ആദ്യ സൂചനകൾ ഇന്ന് സഭയ്ക്കകത്തുണ്ടായോ? ഇപ്പോൾ സഭയിൽ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? സതീഷ, ഒരു കാര്യം കൂടി, ഈ റിപ്പോർട്ടാണ്, ഈ വിശദീകരണക്കുറിപ്പാണ് ഇന്ന് ധനമന്ത്രി സഭയിൽ കൊണ്ടുവന്നത്. അതായത് ചട്ടവിരുദ്ധം, ക്രമപ്രശ്നം എന്ന പ്രതിപക്ഷം ഉന്നയിച്ച ആ വിശദീകരണക്കുറിപ്പ് ഇതാണ്. ഈ കുറിപ്പിലൂടെ ധനമന്ത്രി വ്യക്തമാക്കുന്നത് ഈ CAG റിപ്പോർട്ടിനൊപ്പമാണ് ഈ വിശദീകരണക്കുറിപ്പും ധനമന്ത്രിയുടേതായി നിയമസഭയിൽ വന്നിരിക്കുന്നത്. CAGയിലെ ഉള്ളടക്കവും ആ ഉള്ളടക്കത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതവും അതിന് നൽകുന്ന ഒരു വിശദീകരണവുമായിട്ടാണ് ഈ കുറിപ്പ് വന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ CAGയുടെ നീക്കത്തിലെ അസാധാരണത്വം ധനമന്ത്രി ചൂണ്ടിപ്പറയുന്നുണ്ട്. സർക്കാരിന്റെ കൃത്യമായ വിശദീകരണം കേൾക്കാതെയാണ് ഈ CAG റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. CAGയുടെ കണ്ടെത്തലുകൾ, നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതടക്കമുള്ള ഇതിന്റെ സാങ്കേതികവും രാഷ്ട്രീയപരമായ കാര്യങ്ങളടക്കം പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിശദീകരണക്കുറിപ്പ് ഇന്ന് ധനമന്ത്രി സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അസാധാരണത്വം തന്നെ ഇതിലുണ്ട്. VD സതീശൻ ചൂണ്ടിക്കാണിച്ച പോലെ മുൻകാലങ്ങളിലൊന്നും ഗവർണർ അവതരിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഗവർണർക്ക് മുൻപാകെ സമർപ്പിക്കപ്പെടുന്ന CAG റിപ്പോർട്ട് അതേപടി സഭയിൽ വരുന്നതാണ് പതിവ്. ഇത്തരമൊരു ധനമന്ത്രിയുടെ വിശദീകരണക്കുറിപ്പൊന്നും ഉൾക്കൊള്ളിക്കുക പതിവില്ല. പക്ഷേ ആ ചട്ടങ്ങൾക്ക്, ആ പതിവുകൾക്ക് വിരുദ്ധമായി ഇത്തവണ ധനമന്ത്രിയുടെ ഒരു വിശദീകരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രതിപക്ഷം ചോദ്യം ചെയ്തു. പക്ഷേ ഗവർണറുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത് വന്നത്. സ്വാഭാവികമായും ആ ക്രമപ്രശ്നം സ്പീക്കർ തള്ളുകയും ചെയ്തു. ഇത് ഇപ്പോൾ സഭയുടെ പറയുകയും ഇപ്പോൾ അതിന്മേൽ ചർച്ച നടക്കുകയും ചെയ്യുകയാണ്. എന്തായാലും പ്രതിപക്ഷം രണ്ട് രീതിയിൽ സർക്കാരിനെതിരെ ആക്രമണത്തിന് വരും. ഒന്ന്, ഈ CAG റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അത് കിഫ്ബിയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതാണെന്ന CAGയുടെ കണ്ടെത്തൽ, ഇത് സ്വാഭാവികമായും സർക്കാരിന്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ്. സ്വാഭാവികമായും അത് വലിയ ആയുധമാക്കും. മറ്റൊന്ന്, കിഫ്ബി ഈ CAG റിപ്പോർട്ട് പരസ്യമാക്കിയ ധനമന്ത്രിയുടെ നടപടിയാണ്. ഇതും സ്വാഭാവികമായും സഭയിൽ ചോദ്യം ചെയ്യപ്പെടും. എന്തായാലും അതാണ് സഭയ്ക്കകത്ത് പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ചർച്ചകളിലേക്ക് വീണ്ടും കിഫ്ബി കേന്ദ്രമായി കടക്കുന്നു, നമുക്ക് കടക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ സഭയ്ക്കകത്ത് രണ്ട് പ്രശ്നങ്ങളാണ്. TG സൈത്ത് വിശദീകരിച്ചു.
സഭയ്ക്കകത്തെ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്നീ CAG റിപ്പോർട്ട് തന്നെയും ഒരു പ്രശ്നമാണ്. ആ റിപ്പോർട്ടിനകത്തെ പരാമർശങ്ങൾ കിഫ്ബിക്ക് മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശമില്ല, കേന്ദ്ര സർക്കാരിന് മാത്രമാണ് വിദേശങ്ങളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള അനുമതിയും അവകാശവും ഉള്ളത്. അപ്പോൾ സംസ്ഥാനത്തെ ഒരു സംവിധാനം എങ്ങനെയാണ് വിദേശത്ത് നിന്ന് മസാല ബോണ്ട് ഉൾപ്പെടെ ഏർപ്പെടുത്തി വായ്പ എടുക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും അതിനകത്തുള്ളത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിന് അനുമതി RBI നൽകിയത് പോലും ചോദ്യം ചെയ്യപ്പെടാം ഭരണഘടനാപരമായിട്ട് എന്ന് കൂടെ പറയുമ്പോൾ അതിഗൗരവതരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഈ CAG റിപ്പോർട്ടിനകത്തുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുന്നയിക്കുന്നത്, പ്രതിപക്ഷം അതിനകത്ത് ഉന്നയിക്കുന്നത് ഈ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തന്നെയുമാണ് ഒന്നാമതായിട്ട് ഉന്നയിക്കുന്നത്. രണ്ടാമത്, ഇന്നിപ്പോൾ ഈ CAG റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുമ്പാകെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചത് തന്നെയാണ്. അങ്ങനെ അവതരിപ്പിക്കാൻ രണ്ട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, നേരത്തെ തന്നെയും പരസ്യമാക്കിയ ഒരു ഡോക്യുമെൻ്റ് കൊണ്ടുവന്നിട്ട് സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നതിലെ ശരിയല്ലായ്മ വിമർശവിധേയമാക്കുന്നുണ്ട് പ്രതിപക്ഷം. അതായത് നേരത്തെ തന്നെയും വാർത്താ സമ്മേളനം നടത്തിയിട്ട് CAG റിപ്പോർട്ട് ഒരു രഹസ്യ ഡോക്യുമെൻ്റ് ആയിരിക്കെ അതാദ്യം ലഭിക്കേണ്ടത് നിയമസഭയ്ക്കായിരിക്കെ നിയമസഭാ അംഗങ്ങൾക്ക് അതാദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രിവിലേജ് ഉണ്ടായിരിക്കെ അതൊന്നും ചെയ്യാതെ നിയമസഭയിൽ മാത്രം പരസ്യപ്പെടുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ എന്ന നിലക്ക് CAG റിപ്പോർട്ടിനെ ആദ്യം തന്നെയും വാർത്താ സമ്മേളനം നടത്തി നാട്ടുകാർക്ക് മുന്നിൽ പരസ്യപ്പെടുത്തിയതിലെ ശരിയല്ലായ്മ ഒന്ന്. രണ്ടാമത്തേത്, അതിനൊപ്പം ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ധനവകുപ്പിൻ്റെ ഒരു വിശദീകരണം കൂടെ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ധനമന്ത്രി തോമസ് ഐസക് സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. ഇത് ശരിയല്ലാത്തത്, അതായത് ഇത് പ്രത്യേകമായിട്ട് അങ്ങനെ മുൻ സംഭവങ്ങളില്ലാത്തതാണ്. CAG റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അത് മാത്രമായിട്ട് സഭയ്ക്ക് മുമ്പാകെ വെക്കുക എന്നതാണ് ചട്ടം. അല്ലാതെ ഇങ്ങനെയൊരു ഡോക്യുമെൻ്റ് കൂടെ, സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വെക്കുന്നതിൽ ശരിയല്ല, അത് വെക്കുന്നത് ശരിയല്ല, അതൊരു ക്രമപ്രശ്നമായിട്ട് പരിഗണിക്കണം എന്ന് BD സതീശൻ പ്രതിപക്ഷത്തിന് വേണ്ടി നിലപാടെടുത്തു. അങ്ങനെ പല അടരുകളുള്ള സംഭവമാണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ ഗൗരവതരമായിട്ടുള്ള വശങ്ങൾ, അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ എന്തു തന്നെയായാലും CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് കുറെ കൂടെ ശക്തമായിട്ട് വരുന്നു. പ്രതിപക്ഷത്തിനത് ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നുകൂടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അതിലേറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. ആ ഘട്ടത്തിൽ അത് ഡെഫ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം കുറക്കാൻ മുൻകൂട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും സർക്കാരിനും സാധിച്ചുവെങ്കിൽ, രണ്ടാം ഘട്ടത്തിൽ CAG റിപ്പോർട്ട് പരസ്യമായതോടുകൂടി അതിനകത്തുള്ള പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപ വിഷയങ്ങളായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോസഫ് സി മാത്യു ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, എത്രയ്ക്ക് ഗൗരവതരമായിട്ടുള്ള പരാമർശങ്ങളാണ് അവയിലുള്ളത് എന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ ഗൗരവതരമായിട്ടുള്ള പരാമർശങ്ങൾ നേരത്തെ എന്നതുപോലെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യമാണോ സർക്കാരിന് മുന്നിലും ധനമന്ത്രിക്ക് മുന്നിലും ഇപ്പോഴുള്ളത്, പ്രത്യേകിച്ചും അത് പരസ്യമായ നിലക്ക്? സനീഷ്, തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം CAG സുപ്രീം കോടതി പോലെ ഉള്ള ഒരു ബോഡിയല്ല. അവർക്ക് നിയമസഭയോടും സർക്കാരുകളോടും ഭരണഘടനാ പ്രൊവിഷനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ചൂണ്ടിക്കാണിക്കുക, അപകടം ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അത് തള്ളിക്കളഞ്ഞ് ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ സാധാരണ കേരളം അതിന് കൂടുതൽ വില കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിഷയത്തിൽ ധനമന്ത്രി യഥാർത്ഥത്തിൽ നമ്മൾ പുകമറ എന്നൊക്കെ പറയാറുണ്ട്. പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ യഥാർത്ഥ വിഷയം ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. ഇത് CAG ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ധനമന്ത്രി പറഞ്ഞത് ഇപ്പോൾ വരുന്ന വാർത്തയും കൂടി ചേർത്ത് പറയുകയാണ്. ഒന്ന്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് സംബന്ധിച്ചാണ്. ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുക്കുകയും അതിന്റെ ബാധ്യത, തിരിച്ചടവിന്റെ ബാധ്യത പൂർണ്ണമായി സർക്കാരുകൾക്ക് ഇരിക്കുകയും ചെയ്യുന്ന നിലപാട് കേരള സർക്കാർ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ എടുക്കുന്നുണ്ട്. അതിനെതിരെ CAG കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിനെതിരെയും പവർ ഫൈനാൻസ് കോർപ്പറേഷനെതിരെ, അങ്ങനെ വിവിധ ബോഡികൾക്കെതിരെ CAG അവരുടെ റിപ്പോർട്ടിലൂടെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പാർലമെന്റിനെയും നിയമസഭയും ഒക്കെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ്. രണ്ടാമത്തെ കാര്യം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടാണ്, വിദേശ വായ്പയുമായി ബന്ധപ്പെട്ടാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പ്രകാരം വിദേശ വായ്പ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത അധികാരം സംസ്ഥാനം വേറൊരു കോർപ്പറേറ്റിനെ നിർമ്മിച്ച് അതുവഴി എടുത്തു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അധികാരം ഡെലിഗേറ്റ് ചെയ്ത് നൽകാൻ കഴിയില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്.
അപ്പോ ധനമന്ത്രി പറയുന്നത് കിഫ്ബി തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. ഇത് 2019 മുതൽ ഇതുവരെ പറയാതിരുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ് പരിശോധിച്ചാൽ കിഫ്ബി 10% വായ്പ ഇൻട്രസ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ചില ബാധ്യതകൾ അത്രയും നൽകാൻ കഴിയില്ല എന്ന് കിഫ്ബി അറിയിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന പലിശ സംസ്ഥാനം നൽകും എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോൾ സെസ്സും അല്ലാതെ സംസ്ഥാനത്തിന്റെ മുകളിൽ വേറെ ഒരു ബാധ്യത ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. അതെ. അപ്പൊ കിഫ്ബി എടുത്തിരിക്കുന്ന എല്ലാ കമ്മിറ്റ്മെന്റുകളുടെയും പൂർണ്ണമായ ബാധ്യത സംസ്ഥാന സർക്കാരിനാണെന്ന് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് ധനമന്ത്രി നമ്മളോട് പറയുന്നത് പെട്രോൾ സെസ്സും മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% ഉണ്ടെങ്കിൽ ഇത് തിരിച്ചടഞ്ഞു പോകും. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് എന്തുകൊണ്ടാണ് വായ്പ നൽകുന്നവർ വിശ്വസിക്കാത്തത്? കാരണം അവർ പരിശോധിക്കുമ്പോൾ അത് എക്കണോമിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ അത് ശരിയായ കാര്യമല്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഈ കമ്മിറ്റ്മെന്റ് കൊടുത്താൽ പോരാ, ഇറിവോക്കബിൾ ആയിട്ടുള്ള ഗ്യാരണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് രേഖാമൂലം എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് സംസ്ഥാനത്തിലെ ജനങ്ങളോടും ഓഡിറ്റ് ചെയ്യുന്ന ഏജൻസികളോടും ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് പിടിച്ചോളും എന്നൊക്കെ പറയുകയും, ഇത് ഈ രണ്ട് കാര്യം അടഞ്ഞു പോയി കഴിഞ്ഞാൽ, വർഷം തോറും മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് തിരിച്ചടവ് നടന്നുകൊള്ളും എന്ന് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് പറയേണ്ടത് വായ്പ തരുന്നവരോടാണ്. പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ആക്ഷേപമില്ല, നമുക്ക് തിരിച്ചടവ് സംബന്ധിച്ചുള്ള ആക്ഷേപമില്ല. അപ്പോൾ ഇത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ ബാധിക്കും, ഇത് തിരിച്ചടവിനെ ബാധിക്കും, ഇത് സംസ്ഥാനത്തെ വലിയ കടക്കണിയിലാക്കുമെന്ന് പറയേണ്ടത് CNDG ആണ്. അവരത് പറയുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ഈ പറയുന്ന കേന്ദ്ര സംവിധാനങ്ങൾക്ക് ഇതിലിടപെടാൻ സാധിക്കുകയില്ലേ? അതായത് ഇപ്പോഴിങ്ങനെ CAG റിപ്പോർട്ട് തന്നെയും ഇങ്ങനെ ഇക്കാര്യങ്ങൾ വിശദമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരിക്കെ കേന്ദ്രത്തിന്റെ അത്തരമൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? അതൊരു ആശാസ്യമായ നടപടിയാണെന്നേ ഞാൻ വിചാരിക്കുന്നില്ല. ഇത് CNDG ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള രീതിയിൽ നമ്മുടെ നിയമസഭയോട് ഇത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ നിയമസഭയും നമ്മുടെ എക്സിക്യൂട്ടീവുമാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്മേൽ നടപടി എടുക്കേണ്ടത്. അതിന് CNDGയെയും അവിടെ ഇരിക്കുന്ന വ്യക്തികളെയും ഒക്കെ പുലഭ്യം പറയുകയും അവരിലെ രാഷ്ട്രീയം ആരോപിക്കുകയും ഒന്നും ചെയ്തുകൊണ്ടല്ല ഇതിനെ മറികടക്കേണ്ടത്. അത് BJP സർക്കാർ ചെയ്യുന്നത് പോലെ മറ്റൊരു തന്ത്രമാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കേന്ദ്ര ഏജൻസികൾ ഇടപെടാൻ വേണ്ടി കാത്തിരിക്കുകയുമല്ല ചെയ്യേണ്ടത്. അതൊന്നും ഒരു ശരിയായിട്ടുള്ള നടപടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ ഇത് നിയമപരമായിട്ടുള്ള പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി അതിന്മേൽ നിയമസഭ ഒരു നടപടി എടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. രണ്ട്, തിരിച്ചടവ് സംബന്ധിച്ചുള്ള കാര്യം, നമ്മൾ ഇതിന്റെ സാങ്കേതിക വശവും ഭരണഘടനാപരമായ വശവും ലീഗൽ വശവും മാത്രമല്ല, തിരിച്ചടവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ സംസ്ഥാനത്തിന്റെ ബാധ്യത എത്ര എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നാണ് പറയുന്നത്. അസറ്റും ലയബിലിറ്റിയും കൂടെ മാച്ച് ചെയ്യുന്നൊരു ആ സോഫ്റ്റ്വെയർ നമ്മൾ ജനങ്ങൾക്ക് കാണാൻ ബാധ്യതയില്ലേ? നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കാണാൻ ബാധ്യതയില്ലേ? അസറ്റ് എപ്പോഴും ലയബിലിറ്റിയേക്കാൾ കൂടുതലായിരിക്കും അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് കിഫ്ബിയുടെ അസറ്റ്? ഇപ്പോഴുള്ള അസറ്റ് എത്രയാണ്? 60,000 കോടി രൂപ ഏറ്റെടുക്കാൻ 60,001 കോടി രൂപ കിഫ്ബിയുടെ അക്കൗണ്ടിലുണ്ടോ? അപ്പൊ അത് വന്നുകൊള്ളും എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഏത് അടിസ്ഥാനത്തിലാണ് വരുമെന്ന് പറയുന്നത്? അധികമായി ബാധ്യത ഓൾറെഡി വന്നു കഴിഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു ഞങ്ങളോട് സംസാരിച്ചതിന്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ആ നിലക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികമായുള്ള വശങ്ങൾ വിശദീകരിക്കുന്ന പ്രതികരണങ്ങൾ ആ നിലക്ക് വരികയാണ്. പ്രതിപക്ഷത്തിൻ്റെ നല്ല തോതിലുള്ള എതിർപ്പ് ഒരുപക്ഷെ നിയമസഭയ്ക്കകത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാകും. അവിടെ നിന്ന് TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ ഇതിനകത്തുള്ളത്? അവിടെ പ്രതിപക്ഷം എന്താണ് പറയുന്നത്? സഭയ്ക്കകത്ത് എന്താണ് നടക്കുന്നത്? വാർത്താ സമ്മേളനമോ മറ്റോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്? തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 2-3 വിഷയങ്ങൾ ഒരു പ്രധാന പ്രശ്നങ്ങളായി അവർ ഏറ്റെടുക്കുകയും ചെയ്യും. ഒന്ന്, കിഫ്ബിക്കെതിരായ പരാമർശം. സംസ്ഥാനത്തെ അഭിമാന നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണ്, ലോൺ എടുക്കുന്ന രീതി എന്നടക്കമുള്ള പരാമർശങ്ങൾ, അത് ആ CAGയുടെ കണ്ടെത്തൽ അത് സ്വാഭാവികമായും പ്രതിപക്ഷം ആയുധമാക്കും. മറ്റൊന്ന്, ഇത് പരസ്യമാക്കിയ ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനം, ഒപ്പം തന്നെ ഇന്നത്തെ വിശദീകരണക്കുറിപ്പ്. ഈ 3 കാര്യങ്ങളും കൃത്യമായി തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഈ ധനമന്ത്രി നേരത്തെ തന്നെ വാർത്താ സമ്മേളനം നടത്തിയ രീതിക്കെതിരെ പ്രതിപക്ഷം സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കുകയും ഇത് എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയിലുമാണ്. ഇന്ന് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് വരികയുമാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രസക്തി വർദ്ധിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ CN മാധ്യമങ്ങളെ കണ്ടേക്കും. അങ്ങനെയെങ്കിൽ ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉന്നയിക്കുന്ന വിമർശനങ്ങളോടുള്ള CAGയുടെ മറുപടിയും ഉണ്ടാകും. സ്വാഭാവികമായും ഈ തരത്തിലൊക്കെ ഇന്നത്തെ ദിവസം പ്രസക്തമാണ്. ഇന്നിക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനം നിയമസഭയിൽ നടക്കാനാണ് സാധ്യത. ഇതിലെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് സർക്കാരിനെതിരെ വലിയ ആയുധമായി തന്നെ പ്രതിപക്ഷം കൊണ്ടുവരും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, മസാല ബോണ്ട് അടക്കമുള്ള കിഫ്ബി എടുക്കുന്ന വായ്പകൾ ഓഫ് ബജറ്റ് വായ്പകൾ, അതായത് ഓഫ് ബജറ്റ് വായ്പകൾ എന്ന് പറയുമ്പോൾ ബജറ്റിന് പുറത്ത്, ബജറ്റിൽ പരാമർശിക്കപ്പെടാത്ത തരത്തിൽ വരുന്ന ബാധ്യതകൾ എന്നതാണ് സർക്കാരിൻ്റെ വാദം. പക്ഷേ ഇത് ഓഫ് ബജറ്റ് വായ്പകളല്ല എന്നതാണ് CAGയുടെ കണ്ടെത്തൽ. അതായത് ഈ കിഫ്ബി എടുക്കുന്ന ഏതൊരു വായ്പകളും സംസ്ഥാനത്തിൻ്റെ മൊത്തം ബാധ്യതയായി, സംസ്ഥാനത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും ബാധകമായ പൊതുബാധ്യതയായി മാറും. അതാണ് ഭരണഘടനാപരമായ രീതി എന്നതാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ CAG റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് ഈ മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്നും പണം സ്വരൂപിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം. അത് ഭരണഘടനാ വിരുദ്ധമാണ്. കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അത്തരം വായ്പകൾ സ്വീകരിക്കാനുള്ള അനുമതിയുള്ളത്. ഇതിന് വിരുദ്ധമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത് എന്നതാണ് വാദം. ഇതിന് അനുമതി നൽകിയ RBI അനുമതി നൽകിയിട്ടുണ്ട് എന്നതാണ് സർക്കാർ തുടർച്ചയായി ഉന്നയിച്ചിരുന്നത്. പക്ഷേ RBIയുടെ ഈ നിലപാട് തന്നെ CAG റിപ്പോർട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രസക്തമായ കാര്യം. കേന്ദ്ര സർക്കാരിന്റെ രണ്ട് ഏജൻസികൾ തമ്മിൽ ഇക്കാര്യത്തിൽ വിരുദ്ധ നിലപാടുണ്ട് എന്ന് സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഈ ഘട്ടത്തിൽ ആ വിഷയം വീണ്ടും ഒന്നുകൂടി ചർച്ചയാകുന്നു എന്നതാണ് പ്രസക്തമായ മറ്റൊരു കാര്യം കൂടി. സനീഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമുള്ള വിമർശനങ്ങളാണ് CAG റിപ്പോർട്ടിനകത്ത് ഉള്ളത്. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൻ്റെ ആദ്യത്തെ പേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനകത്ത് വളരെ ഗൗരവത്തോടെ രാഷ്ട്രീയ കേരളം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് CAG റിപ്പോർട്ടിനകത്തുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണത്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടതടക്കം കിഫ്ബിയെ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ തന്നെയും വലിയ വിമർശനങ്ങൾക്ക് കാര്യമായിട്ടുള്ളതാണ്. വലിയ ചർച്ചകളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളതുമാണ്. ഈ കിഫ്ബി വഴിയുള്ള വായ്പ, കിഫ്ബിയുടെ വായ്പയെടുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ്. അത് ശരിയായിട്ടുള്ള നിലയിലല്ല. സംസ്ഥാനത്തിൻ്റെ ബാധ്യതയെ വല്ലാത്തോതിൽ വർദ്ധിപ്പിക്കുന്ന കാര്യമാണത്. മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്താൻ ശ്രമിച്ച, അല്ലെങ്കിൽ ധനസമാഹരണം നടത്തിയ സംസ്ഥാന സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന വിമർശനങ്ങളാണ്. വലിയ ആക്ഷേപങ്ങൾക്കിരയാക്കുന്ന പരാമർശങ്ങളാണ് അതിനകത്തുള്ളത്. കിഫ്ബിയുടെ കടമെടുപ്പ് ന്യായീകരിക്കാനാവുകയില്ല. മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്താനുള്ള അവകാശം സംസ്ഥാനത്തിനില്ല. കേന്ദ്രത്തിന് മാത്രമാണ് വിദേശ ഏജൻസികളിൽ നിന്ന് വായ്പയെടുക്കാനുള്ള അവകാശമുള്ളത്. സംസ്ഥാനത്തിൻ്റെ ആകെ കടബാധ്യതയായിട്ട് ഇത് വരുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് RBI ഇതിന് അനുമതി നൽകിയത് തന്നെയും ചോദ്യം ചെയ്യപ്പെടും നിയമപരമായിട്ട് എന്നതടക്കമുള്ള, ഭരണഘടനാപരമായിട്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്, എന്നാണ് TG സയ്യിദ് വിവരങ്ങൾ നൽകുന്നത്. അത് നേരത്തെ തന്നെയും ഇത്ര ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്, വിമർശനങ്ങളാണ് അതിനകത്തുള്ളത് എന്നതുകൊണ്ട് നേരത്തെ തന്നെയും ധനമന്ത്രി തോമസ് ഐസക്ക് സമാനതകളില്ലാത്ത വിധം അസാധാരണമായിട്ടൊരു വാർത്താസമ്മേളനം വിളിച്ച്, വാർത്താസമ്മേളനത്തിലൂടെ ഇങ്ങനെയൊരു CAG റിപ്പോർട്ട് വരുന്നുണ്ട്, അതിനകത്ത് കിഫ്ബിക്കെതിരായിട്ട് ഇന്ന പരാമർശങ്ങളുണ്ട്, ഈ പരാമർശങ്ങൾ ശരിയല്ല, മുഴുവൻ യോഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് CAG വിളിച്ച മുഴുവൻ മീറ്റിങ്ങുകളിലും പങ്കെടുത്ത് വിശദാംശങ്ങളെല്ലാം നൽകി, എക്സിറ്റ് മീറ്റിങ്ങിൽ പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആക്ഷേപം. അതേ തുടർന്ന് ഇപ്പോൾ നിയമസഭയ്ക്ക് മുമ്പാകെ വന്നത് പരസ്യ രേഖയായിരിക്കുന്നു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇത് ഏത് നിലക്കാണ് കാണുന്നത്? നേരത്തെ തന്നെയും ഇത് സംബന്ധിച്ച് വിമർശനങ്ങളും പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പും അന്തരീക്ഷത്തിലുള്ളതാണ്. രണ്ടാമതിപ്പോൾ നേരത്തെ തന്നെ തോമസ് ഐസക്ക് വന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഗൗരവമില്ലാതായി പോകുമോ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വലിയ ഗൗരവത്തോടെ തന്നെ പ്രതിപക്ഷം ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമോ? CAG റിപ്പോർട്ട് ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണല്ലോ. CAG റിപ്പോർട്ട് നിയമസഭയിൽ വന്നതിന്റെ പേരിൽ ഇതിനു മുമ്പ് ഏതെല്ലാം കാലഘട്ടത്തിലാണ് എന്തെല്ലാം ബഹളം ഉണ്ടായിട്ട് എത്ര അന്വേഷണം നടന്നിരിക്കുന്നു, ജുഡീഷ്യൽ അന്വേഷണം വന്നിരിക്കുന്നു, എത്ര കേസുകൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ CAG റിപ്പോർട്ട് എപ്പോഴും ഏത് കാലത്തും അത് പ്രതിപക്ഷവും ചിലപ്പോൾ ഭരണകക്ഷി പോലും ആ CAG റിപ്പോർട്ടിനെ ആധാരമാക്കി
കാര്യങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോഴ് എനിക്ക് ഗവൺമെന്റ് അഡ്വൈസ് ആയിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട തോമസ് ഐസക് ഇത് ആദ്യമായി കയറി അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഒഫീഷ്യലായിട്ട് റെക്കോർഡ് വന്നിരിക്കുന്നു. ഇനി ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് പോകും, PSCക്ക് പോകും. PSC ഇവിടെ അത് നോക്കിയതിന് ശേഷമാണ് ഇത് ഗവൺമെന്റ് ആക്ഷനിലേക്ക് വരുള്ളൂ. അപ്പൊ PSC ഇപ്പൊ ഈ പ്രൊസീജിയർ എങ്ങനെയാണ്? റിപ്പോർട്ട് വന്ന് സഭയിൽ വന്ന പബ്ലിക് ഡോക്യുമെന്റ് ആണ്. പിന്നെ അത് പരിശോധിക്കേണ്ടത് PSC ആണ്. അവർ പരിശോധിച്ചതിന് ശേഷം അവരുടെ റിമാർക്സോടുകൂടി വീണ്ടും അത് വരണമെന്നാണ് ഒരു നടപടിക്രമം. അപ്പൊ ഇതിൽ വളരെ ഇതാണ് അവർ പറഞ്ഞത്, വളരെ ക്ലിയർ ആണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റ് CAGക്ക് അധികാരമില്ല അല്ലെങ്കിൽ ഓഡിറ്റിന് അധികാരമില്ല എന്ന് സ്റ്റാൻഡ് തന്നെ തെറ്റാണ്. മാത്രമല്ല ഇത് കടമെടുക്കലാണ്. കടമെടുത്താലും സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് തിരിച്ചടയ്ക്കുകയാണ്. ഈ ആന്യൂറ്റി സ്കീം പ്രമാണിച്ചാണെന്നാണ് പറയുന്നത്. അതിനർത്ഥം സർക്കാരിൽ കിട്ടേണ്ട നമ്മുടെ ടാക്സ് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ ഒരു പോർഷൻ, അതുപോലെ തന്നെ നമ്മുടെ പെട്രോളിയം പ്രൊഡക്റ്റിന്റെ ഒരു പോർഷൻ, അത് സർക്കാരിന് കിട്ടേണ്ട നികുതിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. മൊത്തത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് പെട്രോളിന്റെ ഡീസലിന്റെയും പോലെ മോട്ടോർ വെഹിക്കിൾസിന്റെയൊക്കെ ടാക്സ് കൂടുമ്പോഴേക്കും കൂടുതലടക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഗവൺമെന്റിന് കിട്ടേണ്ട ടാക്സ് പോലും ഇതിലേക്ക് ആനുവലിറ്റിയായി കൊടുക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് CAG അന്വേഷണം റിപ്പോർട്ട് അതാണ് ഒരു നിമിഷം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ കൂടെ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അക്കാര്യത്തിലെ പ്രതിപക്ഷത്തിന്റെ വിമർശം എല്ലാം തന്നെയും മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷത്തിന്റെ മാത്രം വിമർശമല്ല അത്, CAG റിപ്പോർട്ടുകളെ ഗൗരവത്തോടെ എടുക്കാറുള്ള പാർട്ടിയാണ് CPM. ഈ റിപ്പോർട്ടിനെ കുറിച്ച് നേരത്തെ തന്നെയും വിമർശങ്ങളുമായിട്ട് തോമസ് ഐസക് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് തന്നെയും ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതിനകത്തെ വിമർശങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുമോ? സർക്കാർ ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് ഈ കടമെടുത്ത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനം നടത്തുന്നത്. പല ഗവൺമെന്റുകളും കടമെടുക്കാറുണ്ട്. കടമെടുക്കാത്ത ഒരു ഗവൺമെന്റുമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം ഇപ്പൊ അമേരിക്കയാണ്. അതാണല്ലോ നമ്പർ 1 രാജ്യം എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ആ രാജ്യം പോലും കടമെടുക്കും. ഇന്ത്യ ഗവൺമെന്റ് കടമെടുക്കുന്നുണ്ട്, കേരള ഗവൺമെന്റ് എടുക്കുന്നത്, മറ്റ് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. ഇവിടെ മസാല ബോണ്ട് എടുത്തതാണ് വലിയ കുഴപ്പമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ നാടിന്റെ വികസന പ്രവർത്തനം നടത്താൻ ഇന്നത്തെ തലമുറയുടെ അല്ലെങ്കിൽ ഈ നാടിന്റെ ആവശ്യാനുസരണമായ സമ്പത്ത് സമാഹരിക്കാൻ എന്താ മാർഗം? ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന മാർഗം നമുക്ക് എടുക്കാൻ ഒക്കുമോ? രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ, കടലും കരയും ആകാശവും റെയിൽവേയും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഭൂമിക്കടിയിലുള്ള വകയും എല്ലാം വിറ്റാണ് രാജ്യം ഭരിക്കുന്നത്. അതിനെക്കുറിച്ച് CAG ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. രാജ്യത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ സ്വത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ. അത് കണ്ട വിലയ്ക്ക് വിറ്റ് കമ്മീഷൻ വാങ്ങുന്നതിനെ കുറിച്ച് CAGക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇത് രാജ്യത്ത് വാങ്ങിയ കടം എവിടെ നിന്ന് എടുത്താലും, വിദേശത്ത് നിന്ന് എടുത്താലും സ്വദേശത്ത് നിന്ന് എടുത്താലും ആ കടം വാങ്ങിയതിൽ അഴിമതി കാണിച്ചോ, അത് ദുർവിനിയോഗം ചെയ്തോ? അല്ല ശ്രീ ആനന്ദൻ, അത് നമുക്ക് സാധാരണമായിട്ട് ചോദിക്കാവുന്ന കാര്യമാണ്. പക്ഷേ CAGയെ പോലെ ഇക്കാര്യങ്ങളിൽ ഓഡിറ്റ് നടത്താൻ അവകാശമുള്ള, അങ്ങനെ നടത്തി പരിശീലമുള്ള, നമ്മുടെ ഭരണഘടനാപരമായിട്ട് അതിന് ബാധ്യതപ്പെട്ട ഒരു ഏജൻസി, വളരെ ഗൗരവമുള്ള ഏജൻസിയാണല്ലോ പറയുന്നത് ശരിയല്ല എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ വായ്പ വാങ്ങി, പക്ഷേ അത് നമ്മൾ മോശമായിട്ടൊന്നുമല്ല ഉപയോഗിക്കുന്നത്, നാട്ടുകാരുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാലും അത് പ്രോപ്പറായിട്ടുള്ള വഴിയിലൂടെ അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് വഴങ്ങണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതിനകത്ത് ധൃതി കാണിക്കണ്ട. ഈ വാങ്ങിയ പണത്തിൽ അഴിമതി കാണിച്ചോ, വാങ്ങിയ പർപ്പസിന് വേണ്ടി അല്ല ഉപയോഗിച്ചോ എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അത് പരിശോധിക്കണം. പക്ഷേ ആ വാങ്ങിയ പണം നാടിന്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത്. വാങ്ങിയ ആളിന് പാക്കറ്റ് ഇട്ടിട്ടുണ്ട് പോയോ എന്നുള്ള CAG വിമർശനമാണെങ്കിൽ അതീവ ഗൗരവതരമാണ്. അങ്ങനെ വല്ല വിമർശനം ഉണ്ടോ? ഉണ്ടായിട്ടില്ല. അല്ല ശ്രീ ആനന്ദവട്ടം, അങ്ങനെയുള്ള വിമർശനമല്ല. അതായത് താങ്കൾ പറയുന്നത് ശരിയാണ്, അഴിമതി കാണിച്ചോ, വികസനത്തിന് വേണ്ടി തന്നെയാണോ ഉപയോഗിച്ചതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെയല്ല, അഴിമതി കാണിച്ചിട്ടില്ല, വികസനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത് എന്ന ശരിയായ ഉത്തരം കിട്ടിയാൽ തന്നെയും ഇങ്ങനെ പണമെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല, നിങ്ങൾ ഈ ചട്ടം ലംഘിച്ചാണ് എടുത്തിരിക്കുന്നത് എന്നിവർ പറയുമ്പോൾ അതാണല്ലോ നമ്മുടെ പ്രശ്നമായിട്ട് വരിക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തെല്ലാം വിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് വല്ല അധികാരമുണ്ടോ? അവർ രാജ്യത്തിന്റെ സ്വത്ത് പരിപാലിച്ചു പോകാൻ തിരഞ്ഞെടുക്കുന്നത്. അതെല്ലാം കണ്ട വിലയ്ക്ക് തൂക്കി സ്വകാര്യ മുതലാളിമാർക്ക് വെക്കുന്നതിനുള്ള എവിടെ അധികാരമുള്ളത്? അതെന്താ CAG കാണാത്തത്? ആ നയത്തിന് ഒരു ബദൽ നയമാണ് കേരളം നടപ്പാക്കുന്നത്. രാജ്യത്തിന്റെ സ്വത്തും ജനങ്ങളെയും വിൽക്കലല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനും രാജ്യത്തിന് വേണ്ടുന്ന വികസന പ്രവർത്തനം നടത്താൻ കടം വാങ്ങുന്നു. കടം വാങ്ങിയിട്ട് തിരിച്ചടക്കുകയും ചെയ്യുന്നു. അതല്ലേ ഗവൺമെന്റ് ചെയ്യുന്നത്. അതിനകത്ത് എന്താ അപകടം?
ഇവിടെ ശ്രീ ആനന്ദപട്ടമാനന്ദൻ, ഈ CAGക്ക് രാഷ്ട്രീയമായുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്നൊരാക്ഷേപം CPMനുണ്ടോ ഈ ഘട്ടത്തിൽ? അതായത് നേരത്തെ ഈ പറയുന്ന മറ്റ് കേസുകളുമായിട്ട് വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കൊക്കെ അങ്ങനെ ഒരു നീക്കമുണ്ട് എന്ന വിമർശനം നല്ല നിലക്ക് CPMനുണ്ട്. CAGയോട് അങ്ങനെ CAGയെ വല്ലാതെ എതിർത്ത് മുന്നോട്ട് പോവുകയായിരുന്നില്ല CPM. ഇവിടെ ഇവരെന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? താങ്കൾ പറയുന്നത് പോലെയാണ് അതാണ് ശരിയായ കാര്യമെങ്കിൽ CAG എന്തിന് ഇങ്ങനെ ഇക്കാര്യങ്ങൾ വിശദമായിട്ട് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് എഴുതണം? എക്കാലവും CAG ഒരുപോലെ ആയിരുന്നില്ല. CAGയുടെ തലപ്പത്തിരിക്കുന്നവർ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛക്കനുസരണമായി ഞാൻ ചോദിച്ചു, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് അതിലുള്ള ഉള്ളടക്കം പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴല്ലേ കൊടുത്തത്? അതുകൊണ്ടാണ് ഈ പ്രതികരണം നടത്തേണ്ടി വരുന്നത്. അവിടെ റിപ്പോർട്ട് ഇപ്പോഴല്ലേ സബ്മിറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച് അവർ പ്രതികരിച്ചല്ലോ. അത് ഏത് കീഴ്വഴക്കമാണത്? അല്ല, അത് ധനമന്ത്രി ആ ഉള്ളടക്കം വെച്ച് വാർത്താ സമ്മേളനം നടത്തിയ തുടർന്നല്ലേ അവർക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നത്, അങ്ങനെയല്ലേ? അല്ല, ആ ഉള്ളടക്കം എങ്ങനെ ധനമന്ത്രിക്ക് കിട്ടി? ആ ഉള്ളടക്കം മാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടി? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുമ്പ് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലല്ലോ. അപ്പോഴാണ് മറ്റ് ഏജൻസികളെ പോലെ ഒരു ഏജൻസിയായി ഈ CAG ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ജനങ്ങൾക്ക് തോന്നുന്നത്. അതിന് അവർ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ശരി, വളരെ നന്ദി ശ്രീ ആനന്ദപട്ടമാനന്ദൻ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അതാണ് അദ്ദേഹത്തിൻ്റെ വാദം, അത് തന്നെയാണ് CPM മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ CAGയുടെ റിപ്പോർട്ട് ഗൗരവമുള്ളതാണ് എന്ന് പറയുമ്പോൾ തന്നെയും ആ പണം എടുത്തതുകൊണ്ട് എന്താണ് നടന്നത്? 2 പ്രളയവും മറ്റു ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായ സംസ്ഥാനം പ്രതിപക്ഷ MLA-മാർക്കടക്കം അവരുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ കിഫ്ബി വഴിയെടുത്ത പണം ഉതകിയില്ലേ എന്ന ചോദ്യമായിരിക്കും ഭരണപക്ഷം മുന്നോട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ മുന്നിൽ അലിഞ്ഞു പോകുമോ ഈ CAGയുടെ വിമർശ പരാമർശങ്ങൾ? ഇതിന്റെ പ്രശ്നം എന്നറിയോ, ഈ CAG റിപ്പോർട്ട് ആദ്യം പുറത്തുവിട്ടത് CAGയുടെ ഓഫീസിൽ നിന്നല്ല, തോമസ് ഐസക്കാണ്. ഈ പലപ്പോഴും CAGയുടെ പാരയുടെ വരുമ്പോഴേക്കും അവർ ഗവൺമെന്റിന് അയച്ചു കൊടുക്കും. അതായത് അവരൊരു അഡ്വൈസ് പാര വന്നാൽ അവർ ഗവൺമെന്റ് എക്സ്പ്ലനേഷൻ ചോദിക്കും. പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവരത് ഒഴിവാക്കും. അഡ്വൈസ് പരാമർശം അത് സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ സാധനം അദ്ദേഹം എടുത്ത് പുറത്തു കൊടുത്തത്. അപ്പൊ ആദ്യം പുറത്തു കൊടുത്തിട്ട് അവരല്ല, അതിനുശേഷമാണ് അവരുടെ എനിക്ക് CAG പിന്താങ്ങേണ്ട കാര്യം. നമ്മുടെ നാട്ടില് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്നുള്ള നടപടി നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ അത് പലപ്പോഴും CAG റിപ്പോർട്ടിൽ ഇങ്ങനെ അഡ്വൈസ് വരുന്നതെന്നറിയോ, പലപ്പോഴും CAG ക്വസ്റ്റ്യനായിട്ട് അയക്കുമ്പോഴേക്കും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമാണ് മറുപടി കൊടുക്കാതെ വരുമ്പോഴേക്കും എന്ത് പറ്റും, റിപ്പോർട്ടിലേക്ക് വരും. റിപ്പോർട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കുമാണ് ഇത് വീണ്ടും PSCക്ക് പോയി PSC കറക്റ്റ് ചെയ്തുവിടും. അങ്ങനെയാണ് മിക്കവാറും തീരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കുറച്ചുകൂടെ ഒരു നമ്മുടെ കോൺട്രവേഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന്. പിന്നെ കിഫ്ബിയുടെ കാര്യത്തിൽ കിഫ്ബി പറയുമ്പോൾ കഴിഞ്ഞ ഈ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിന് പറഞ്ഞിരിക്കുന്നത് എന്താ, ആകെ 7000 കോടി രൂപയുടെ വർക്ക് നടന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇരിപ്പുണ്ട്. കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് കിഫ്ബി 7000 കോടി രൂപയുടെ വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. 50,000 പ്രഖ്യാപിച്ച് കൊല്ലത്തിലായി. അപ്പൊ ഈ തിരിച്ചടക്കേണ്ട അടുത്ത് തന്നെ ഗവൺമെന്റ് അല്ലേ? അവിടെ ഒരു പ്രശ്നമില്ലേ? മോട്ടോർ അടക്കുന്നതിന് ആനുവറ്റി പ്രകാരം നമ്മുടെ പെട്രോളിന്റെയും മോട്ടോർ വെഹിക്കിളിന്റെയും ടാക്സ് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ കൂടെ ഷെയറുള്ള ഒരു സ്ഥാപനം. അതിന്റെ ഓഡിറ്റിംഗ് ഇവിടെ എന്താന്ന് പറയുന്നത്, അതിലൊക്കെയാണ് ദുരൂഹത കാണുന്നത്. അപ്പൊ അതുകൊണ്ട് കിഫ്ബി എന്നുള്ള സ്ഥാപനം കടമെടുക്കാം തെറ്റു. പക്ഷെ ഈ പറയുന്ന പ്രയോജനം കിട്ടുന്നില്ലല്ലോ. കിട്ടുന്നുണ്ടോ? ഇപ്പൊ ശരി, അത്തരം ചോദ്യങ്ങളാണ് മുന്നോട്ട് വെക്കുക പ്രതിപക്ഷം. വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഞങ്ങളോട് സംസാരിച്ചതിന്, ഇതേക്കുറിച്ച് പ്രതികരിച്ചതിന്. നിയമസഭയ്ക്കകത്ത് ഇപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ ഉന്നയിക്കൽ തുടരുന്നുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഷേധം ആ നിലക്ക് ഉയരുന്നുണ്ടാകണം. ഏത് വിധത്തിലാണ് ഭരണപക്ഷം അത് കൈകാര്യം ചെയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമസഭയിൽ നിന്ന് TG സജിത്ത് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരും. നിശ്ചയമായിട്ടും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന ആ CAG റിപ്പോർട്ട്, നേരത്തെ തന്നെ അതിലെ പരാമർശങ്ങൾ നമുക്കറിയാമെങ്കിലും ഇപ്പോൾ ഒന്നുകൂടെ ഗൗരവത്തോടുകൂടി ചർച്ചയാകാൻ പോകുന്ന ആ CAG റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്മേലുള്ള പ്രതികരണങ്ങൾ വരും. അല്പസമയത്തിനകം പ്രതിപക്ഷത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കാനുള്ള സാധ്യതയുമുണ്ട്. തോമസ് ഐസകും ഒരുപക്ഷെ ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചേക്കാം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.
വാർത്തകൾ തുടരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. വാക്സിനേഷനിലൂടെ കോവിഡിനെ ഒറ്റക്കെട്ടായി ചെറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. വാക്സിനേഷനിലേക്ക് കടന്നു കഴിഞ്ഞു. സഞ്ജീവനി ക്യാമ്പയിനിലൂടെ നെറ്റ്വർക്ക് 18 ഈ പോരാട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം ചേരുകയാണ്. ഒരാൾ സുരക്ഷിതനല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ല എന്നതാണ് സഞ്ജീവനി ക്യാമ്പയിൻ്റെ ആപ്തവാക്യം. ഈ അധ്യയന വർഷം സ്കൂളുകളിലെ സിലബസ് വെട്ടിച്ചുരുക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. സിലബസ് വെട്ടിച്ചുരുക്കുന്നത് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കും. കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാകുമിതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സിലബസ് ചുരുക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങ് സൂചിപ്പിച്ച കാര്യം അതാണ്. സിലബസ് ചുരുക്കി കഴിഞ്ഞാൽ പല മേഖലകളെയും ആ കുട്ടി മനസ്സിലാക്കില്ല, അറിയില്ല. ഞാൻ പറയട്ടെ, അറിയില്ല. അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം അടുത്ത ക്ലാസ്സിലോ തുടർന്നുള്ള ക്ലാസ്സിലോ എന്താണ് വിഷയം എന്ന് പോലും അറിയുകയേയില്ല. സിലബസ് വെട്ടിച്ചുരുക്കുക എന്നത് ഒരു കുട്ടിയോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. നമസ്കാരം.